CA ഇൻ്റർമീഡിയറ്റ് ലോ പേപ്പർ എക്സാമിന് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, അപ്പോൾ അവിടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെ, MCQ നിങ്ങൾ എങ്ങനെ എഴുതണം, പ്ലസ് ഓവറോൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെ, ഫുൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് വരെ കാണും. വി നോ ദാറ്റ് നമ്മുടെ പേപ്പർ ലോ പേപ്പർ 100 മാർക്സിൻ്റെ പേപ്പറാണ്, 70 ഡിസ്ക്രിപ്റ്റീവ് ആണ്, 30 MCQ ആണ്. അതിപ്പോൾ ഈ ന്യൂസ് സിലബസ് തൊട്ട് എല്ലാ പേപ്പറും 30 MCQ ഉണ്ടെന്നാണ് ICAI പറഞ്ഞിട്ടുള്ളത്. ലോ പണ്ടേ MCQ ഉള്ളതായിരുന്നു 30 മാർക്സ്. MCQന് നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നുമില്ല. നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് ഫാക്ടേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പോയിന്റ്സ് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസിലേക്ക് പോവാം. നമ്മൾ പൊതുവേ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യൽ കമ്പൽസറി ആണോ? ICAI സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ നമ്പേഴ്സ് കോട്ട് ചെയ്യൽ കമ്പൽസറി അല്ല. നിങ്ങൾക്ക് കോട്ട് ചെയ്യാം ഒരു ആഡഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കോട്ട് ചെയ്യുക എപ്പോൾ മാത്രം നിങ്ങൾ 100% ഷുവർ ആണ് നിങ്ങൾ എഴുതാൻ പോകുന്ന സെക്ഷൻ നമ്പർ കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക. അതർവൈസ് നിങ്ങൾ എന്ത് എഴുതുക, ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, അല്ലെങ്കിൽ ഏതാണോ ആക്ട് ആ ആക്ടിൻ്റെ സെൻറ്റൻസ് വെച്ചിട്ട് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റൂൾ നമ്പറൊക്കെ കോട്ട് ചെയ്യണോ? സെക്ഷൻ നമ്പർ തന്നെ കമ്പൽസറി അല്ല. സെക്ഷൻ നമ്പറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ റൂൾസ്, സെക്ഷൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് റൂൾസ് സെൻട്രൽ ഗവൺമെൻറ് പാസ് ചെയ്യുന്നതാണ്, ആക്ട് പാർലമെൻറ്റ് പാസ് ചെയ്യുന്നതാണ്. റൂൾസ് സബോർഡിനേറ്റ് ആണ്, റൂൾസിൻ്റെ നമ്പറും കോട്ട് ചെയ്യൽ കമ്പൽസറി അല്ല. ബട്ട് ഇഫ് യു നോ ആ റൂളിൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയാം, ഇത് ഏത് ചാപ്റ്ററിൽ വരുന്ന റൂളാണെന്ന് അറിയാം, നിങ്ങൾക്ക് ആ റൂളിൻ്റെ പേര് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനീസ് ആക്ടിൽ ചാപ്റ്റർ നമ്പർ 4 ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ, അപ്പോൾ അതിൻ്റെ അണ്ടറിലുള്ള റൂളാണ്, ഇത് റൂളിൽ പറഞ്ഞ ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ആസ് പെർ കമ്പനീസ് ബ്രാക്കറ്റ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ റൂൾസ് 2014, റൂൾസിൻ്റെ ഹെഡിങ് എപ്പോഴും ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങും മാച്ച് ആയിരിക്കും. അപ്പോൾ കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ റൂൾസ് 2014 എന്ന് പറഞ്ഞിട്ട് കോട്ട് ചെയ്തിട്ട് എഴുതി കൊടുക്കുക. അത് ഓർമ്മയില്ല, ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതുക. കാരണം ഈ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ജനറൽ വേർഡാണ്, അതിൽ സെക്ഷനും പെട്ടു, റൂൾസും പെട്ടു, എല്ലാം പെട്ടു. ദാറ്റ് ഇസ് റിഗാർഡിംഗ് സെക്ഷൻ നമ്പേഴ്സ്. പിന്നെ സെക്കൻഡ് തിങ് ഈസ് റിഗാർഡിംഗ് കേസ് ലോസ് കോട്ട് ചെയ്യണോ? യെസ്, കേസ് ലോസ് കോട്ട് ചെയ്യണം. കേസ് ലോസ് ഏറെക്കുറെ ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്യുക. സെക്ഷൻ പോലെയല്ല, കേസ് ലോ കോട്ട് ചെയ്യണം എന്നാണ് ICAI പറഞ്ഞിട്ടുള്ളത്. കേസ് ലോൻ്റെ ഫുൾ പേര് എനിക്കറിയില്ല, കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് പേര് അറിയോ അത് എഴുതി കൊടുക്കുക. അപ്പോൾ റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് ടുർക്വാൻ, അപ്പോൾ ടുർക്വാൻസ് ലോ എന്നൊക്കെയാണ് ആ കേസിന് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആ കേസിൻ്റെ ഒരു പോർഷൻ അറിയാം, ആ പോർഷൻ എഴുതി കൊടുത്തിട്ട് അതിൻ്റെ ഇൻ ടുർക്വാൻസ് കേസ് അല്ലെങ്കിൽ ആ റൂൾ എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതന്നെ അറിയില്ല, ബട്ട് യു നോ ദാറ്റ് ഇതൊരു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് കുറച്ച് കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതുക ഇൻ എ ലാൻഡ്മാർക്ക് കേസ് സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ്, അവിടെ നിങ്ങൾ ആ റെസ്പെക്ട് കൊടുക്കുകയാണ്, സുപ്രീം കോർട്ട് പാസ് ചെയ്ത ജഡ്ജ്മെൻ്റ് ആണെന്നുള്ളത്. ഓർ നിങ്ങൾക്ക് ഇനി ഒന്നും ഓർമ്മയില്ല, ബട്ട് യു നോ ദാറ്റ് ഇതൊരു കേസ് ലോ ആണ് എന്നുള്ളത്. അപ്പോൾ ഇൻ എ കേസ് ലോ ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ്, അല്ലെങ്കിൽ ഇൻ ദ ഡിസൈഡഡ് കേസ് ലോ ദ പ്രൊവിഷൻസ് വർ ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്താൽ യു ആർ ടെല്ലിംഗ് ദി ഇവാലുവേറ്റർ ദാറ്റ് ഞാൻ ഈ എഴുതുന്നത് എൻ്റെ വേർഡ്സ് അല്ല, ഇതൊരു കേസ് ലോ ആണെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹെറാർക്കി ഓർഡറിൽ പറഞ്ഞതാണ്. കേസ് ലോയുടെ പേര് ഫുൾ അറിയാം, ഫുള്ള് കോട്ട് ചെയ്യുക, ഒരു പോർഷൻ അറിയാം, ഒരു പോർഷൻ കോട്ട് ചെയ്യുക, സുപ്രീം കോർട്ടിലാണെന്ന് അറിയാം, ആ ഫാക്ട് മെൻഷൻ ചെയ്യുക. ഒന്നും അറിയില്ല, ഇതൊരു കേസ് ലോൻ്റെ പോയിൻ്റായി എഴുതണം എന്നുള്ളൊരു പോയിന്റെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് എഴുതി കൊടുക്കാൻ നോക്കുക. റാദർ ദാൻ നിങ്ങൾ ഒരു വേഗായിട്ട് നിങ്ങളുടെ ഓൺ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് എന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാതെക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഇസ് റിഗാർഡിംഗ് കേസ് ലോ. തേർഡ്, എപ്പോഴും നമ്മൾ ക്ലാസ്സിലൊക്കെ പറയും പ്രൊഫഷണൽ എക്സാം ആണ്, ടു ദ പോയിന്റ് എഴുതി കൊടുക്കുക, കുറേ വലിച്ചു വാരി കത്തി അടിക്കരുത് കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, പ്രൊഫഷണൽ എക്സാം ആണെന്ന് വെച്ചിട്ട് ഒറ്റ സെൻറ്റൻസിലാണ് എഴുതി തീർക്കുക, അങ്ങനെ ചെയ്യാനും പാടില്ല. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ ആ മാർക്സിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. ഇപ്പോൾ നോർമലി നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂള് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്, നമുക്ക് ഒരു ക്വസ്റ്റ്യന് എത്ര വേർഡ്സ് എഴുതണം, എത്ര പേജ് എഴുതണം എന്നൊന്നുമല്ല നമ്മൾ ക്രൈറ്റീരിയ, എത്ര ടൈം നിങ്ങൾക്ക് എഴുതുക എന്നുള്ളതാണ് നോക്കുക. ഇപ്പോൾ ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ 1.8 മിനിറ്റ് ഉണ്ടാവുക. അതെങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്? നമുക്ക് ടോട്ടൽ എക്സാമിന് 100 മാർക്സ് ഉള്ളത്, ഈ 100 മാർക്സ് എഴുതാൻ നമുക്ക് 3 മണിക്കൂറാണ്, അതായത് 180 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ 1.8 മിനിറ്റ് ആണ്. നിങ്ങളൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ 5 × 1.8 നിങ്ങൾക്ക് 9 മിനിറ്റ്സ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ടൈമുണ്ട്. ആ 9 മിനിറ്റ്സ് നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും ഫുൾ എഴുതി കൊടുക്കുക, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ കേസസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെ എഴുതാൻ പറ്റും എന്തൊക്കെ എഴുതണ്ട എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ദ പോയിന്റ് ഐ ആം ട്രൈങ് ടു സേ ഈസ് ഈവൻ ദോ പ്രൊഫഷണൽ എക്സാം ആണ്, ജസ്റ്റ് ഒരു സെൻറ്റൻസ് ഒക്കെ മാത്രം എഴുതിയിട്ട് വളരെ ഷോർട്ടാക്കി എഴുതിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല, അവിടെ മാർക്സ് പോകും. ദാറ്റ് ഇസ് അനദർ പോയിന്റ്. പിന്നെ നിങ്ങൾ ഓരോ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ന്യൂ ആൻസർ ഓൾവേസ് നിങ്ങളൊരു ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾ
ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ആൻസറിൻ്റെ അവിടുന്ന് കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി എഴുതരുത്. വി നോ ദാറ്റ് നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും, ABCD ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻസ് ഫുൾ ഓർഡറിൽ എഴുതണോ, ക്വസ്റ്റ്യൻ 1 വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ 2 പിന്നെ 3 ഒരു റിക്വയർമെൻറ്റും ഇല്ല. നമുക്ക് ഏത് സീക്വൻസിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ്റെ അണ്ടറുള്ള സബ് പോയിൻറ്റ്സ് ആ സീക്വൻസിൽ എഴുതണോ, അതും കമ്പൽസറി അല്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ B അറിയാമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ B വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് A എഴുതാം, പിന്നെ C എഴുതാം, കുഴപ്പമില്ല. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ 2ൻ്റെ B എഴുതിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ 3ൻ്റെ C എഴുതുക, പിന്നെ ക്വസ്റ്റ്യൻ 4ൻ്റെ A എഴുതുക, പിന്നെ വീണ്ടും ക്വസ്റ്റ്യൻ 2ൻ്റെ C എഴുതുക. അത് പറ്റില്ല. ഒരു ക്വസ്റ്റ്യൻ്റെ സബ് പോയിൻറ്റ്സ് എല്ലാം ഒന്നിച്ച് വരണം. അപ്പോൾ നിങ്ങളെ ആൻസർ ഷീറ്റിൽ മാർജിനിൽ ഇപ്പോൾ നോർമലി ICAI പറയാറ് ആൻസർ ഏതാണോ എഴുതുന്നത് അത് സെൻറ്ററിൽ എഴുതുക എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർജിൻ്റെ ഉള്ളിൽ എഴുതാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നിങ്ങളിവിടെ ആൻസർ 2 എന്നിട്ട് അതിൻ്റെ A എന്നിട്ട് അതിൻ്റെ B, അത് നിങ്ങൾ ഏത് സബ് പോയിൻ്റ് ആണ് ആൻസർ എഴുതുന്നതെന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളെ ആൻസറിൽ ചിലപ്പോൾ കുറേ പോയിന്റ്സ് ഉണ്ടാവും. അതും നിങ്ങൾ ഈ മാർജിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. എല്ലാം കൂടി ആകെ മിക്സാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ആൻസറിൻ്റെ A B C ആ പാടില്ല. അപ്പോൾ നിങ്ങളെ ആൻസറിൻ്റെ പോയിന്റ്സ് മാർജിൻ്റെ ഉള്ളിലാക്കാൻ നോക്കുക, മറ്റേത് പുറത്തും. സോ ദാറ്റ് ഇവാലുവേറ്ററിന് സ്പെസിഫിക്കലി ക്വസ്റ്റ്യൻസ് ഓരോന്നും എവിടെയെന്നുള്ളത് മനസ്സിലാവും. നൗ വൺസ് ഇപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ നമ്പർ 2 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദ പോയിന്റ് ദാറ്റ് ഐ വാസ് ട്രൈയിങ് ഈസ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ആൻസർ സ്റ്റാർട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻ 3 സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അത് അവിടെ എഴുതരുത്. അത് നിങ്ങൾ ഫ്രഷ് പേജിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ആൻസർ 3 എന്നുള്ളത്. അപ്പോൾ ഓരോ ആൻസറും ഒരു ഫ്രഷ് പേജായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അറിയില്ല, കുറച്ച് എന്തൊക്കെയാണ് അറിയാം, റാദർ ദൻ അത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വാട്ട് എവർ യു നോ അത് എഴുതി കൊടുക്കുക. കാരണം നമുക്ക് എന്തായാലും CA എക്സാംസിൽ സ്റ്റെപ്സിന് മാർക്കുണ്ട്. നിങ്ങൾ ഫൈനൽ ആൻസർ കറക്റ്റ് ആയാൽ മാത്രമേ മാർക്കുള്ളൂ എന്നുള്ളതല്ല, സ്റ്റെപ്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്സ് ഉള്ളതും. സോ വാട്ട് എവർ യു നോ അത് എഴുതി കൊടുക്കുക, അല്ലാതെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യരുത്. പ്ലസ് എന്തായാലും നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ദെൻ മാക്സിമം ഷോർട്ട് ഫോംസ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ROC ഒരുപാട് ഷോർട്ട് ഫോംസ് ഉണ്ട്. നമുക്ക് കമ്പനി പറഞ്ഞു വരികയാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ടാവും. അതൊക്കെ മാക്സിമം നിങ്ങൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അങ്ങനെ തന്നെ എഴുതി കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ രജിസ്ട്രാർ എഴുതി കൊടുക്കാൻ നോക്കുക. പിന്നെ വെൻ ഐ സേ ദിസ് പോയിന്റ്, ഞാൻ തന്നെ ICAIയുടെ ഒരു റാങ്ക് ഹോൾഡറുടെ വെരിഫൈഡ് പേപ്പേഴ്സിൻ്റെ ഒരു കോപ്പി ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഹി ഹാഡ് വെരി ഗുഡ് മാർക്സ് ഇൻ ലോ, വെരി ഗുഡ് മാർക്സ്. ആൾ ഫുള്ള് ഷോർട്ട് ഫോംസ് എഴുതിയിട്ടുള്ളൂ, ഫുള്ള് ഷോർട്ട് ഫോംസ്. പക്ഷേ ആളെ പേപ്പറിൽ നമ്മൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് ഏകദേശം ഒരു ദുരന്തം ഹാൻഡ് റൈറ്റിംഗ് ആണ്, ഫുള്ള് ഷോർട്ട് ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൻസർ ആണ് വായിച്ചു കഴിഞ്ഞാൽ വി പേഴ്സണലി ഫീൽ ലൈക്ക് എടാ എനിക്ക് ഇവനൊന്ന് മീറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ. കാരണം ചങ്ങാൻ്റെ തല അത്രയും അടിപൊളി കോണ്ടന്റ് ഉണ്ട് കേട്ടോ പേപ്പറിൽ. അപ്പോൾ ഓവറോൾ വാട്ട് ഐ ഫെൽറ്റ് വാസ് ഓക്കെ, വി വർ വെരി മച്ച് ഇംപ്രസ്ഡ്. ഫസ്റ്റ് ഇംപ്രഷൻ മേ ബി ഹാൻഡ് റൈറ്റിംഗ് ഷോർട്ട് ഫോംസ് കണ്ടു കഴിഞ്ഞാൽ പോയി. ബട്ട് ഓരോ ആൻസർ വായിക്കുമ്പോൾ ആൾ എഴുതിയ ഡെപ്ത് ടു ദ പോയിന്റ് എഴുതിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ലൈക്ക് ചെക്കൻ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഒരു അവാർഡ് കൊടുക്കായിരുന്നു തോന്നിപ്പോവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ മേ ബി ഷോർട്ട് ഫോംസ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഈ വാല്യുവേറ്ററിന്, അതായത് കോണ്ടന്റ് ഉണ്ട് നമ്മളെ പേപ്പറിൽ. ഇഫ് കോണ്ടന്റും ഇല്ല, ആകെ മിക്സ് ആക്കിയിട്ടിട്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് കൂടെ ഷോർട്ട് ഫോംസും എല്ലാം കൂടി ആകുമ്പോഴാണ് പ്രശ്നം വരിക. മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക, ഷോർട്ട് ഫോംസ് ഫുൾ തന്നെ എഴുതി കൊടുക്കാൻ നോക്കുക. ദെൻ നോർമൽ ആയിട്ടുള്ള പോയിന്റ്, യു നോ ദാറ്റ് നിങ്ങൾ ബ്ലാക്ക് ഇങ്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. ബ്ലാക്ക് ബോൾ പെൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ഇങ്ക് പെൻ യൂസ് ചെയ്യാൻ പാടില്ല. ആ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് ഇഫ് യു ഫീൽ ഇത് ഈ ആൻസറിൽ ഒരു കീ പോയിന്റ് ആണ്, ഇത് വാലിഡേറ്റർ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. സോ ദാറ്റ് നിങ്ങൾ ഈ വാലിഡേറ്ററിന് പണി എളുപ്പമാക്കി കൊടുക്കണം. ഇത് ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഉണ്ട്. പൊതുവേ ചിലപ്പോൾ അതിനൊന്നും ടൈം കിട്ടൂല. ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഇഫ് യു ഫീൽ പേപ്പർ ഭയങ്കര ലെങ്തിയാണ്, ആ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക, നേരെ ആൻസർ എഴുതി കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ള പോയിന്റിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതർവൈസ് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന ഏരിയാസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ദിസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. അത് ഒന്നുകൂടി ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും ഈ വാലിഡേറ്ററിന്. ഇത്രയും പോയിന്റ്സ്, ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. നൗ ലെറ്റ്സ് സീ വൺ ബൈ വൺ. MCQ, ഡിസ്ക്രിപ്റ്റീവ്. ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്താ? ഡിസ്ക്രിപ്റ്റീവ് കുറച്ച് പറയാനുണ്ട്, കാരണം ഓരോ ടൈപ്പ് ആൻസർ എങ്ങനെ എഴുതണം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ MCQ പറഞ്ഞുതരാം. MCQ നിങ്ങൾ യു നോ ദാറ്റ് നമുക്കൊരു ഇൻറ്റിഗ്രേറ്റഡ് കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾക്ക് വലിയൊരു സ്റ്റോറി തരും, അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സിന് അവരവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടാവും. നമ്മൾ അതിന് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള പണി. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും, വലിയ സ്റ്റോറി ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ ആദ്യം തന്നെ ഈ ഫുള്ള് കഥ വായിക്കാൻ നിൽക്കാതെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വായിച്ചിടുക. ആൻഡ് സ്പെസിഫിക്കലി ക്വസ്റ്റ്യൻ തന്നെ വലുതാണെങ്കിൽ ക്വസ്റ്റ്യനിലെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വായിച്ചിടുക. പൊതുവേ ലാസ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസിൽ ഉണ്ടാവും. എന്നിട്ട് സ്റ്റോറി വായിക്കുക. വൈ ആർ വി ഡൂയിങ് ദാറ്റ്? നിങ്ങൾക്ക് ഏറെക്കുറെ ഇപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തിനാ ചെയ്യണം എന്നുള്ളത്.
മറ്റെന്താ വെച്ചാൽ നമ്മൾ ഫുള്ള് സ്റ്റോറി വായിക്കുമ്പോൾ ഇവർ നമ്മളെ അറ്റൻഷൻ ഡ്രോ ചെയ്യുക വേറെ പല ഏരിയാസിലേക്കാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അല്ല നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ റിക്വയർമെൻറ്റ് ഇതായിരുന്നു, എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റോറി വായിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരുന്ന ടൈം അത്രയും വേസ്റ്റ് ആവും. നിങ്ങൾ ആദ്യം റിക്വയർമെൻറ്റ് എന്താണെന്ന് വായിച്ചിട്ട് പിന്നെ നിങ്ങൾ സ്റ്റോറി വായിക്കുമ്പോൾ യു നോ വാട്ട് യു സെർച്ചിങ് ഫോർ. അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ പോകും, ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നിങ്ങൾ MCQ വായിച്ചു, ആൻസർ എന്താണെന്ന് കിട്ടി, നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുകയാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി വായിച്ചു, അത് ആപ്റ്റ് ആൻസറാണ്, കറക്റ്റ് ആൻസറാണ്, അത് നേരെ പോയി മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. ഓപ്ഷൻ സിയും വായിക്കുക, ഡിയും വായിക്കുക, ഫുള്ള് ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി പോസിബിൾ ദാറ്റ് ബി കറക്റ്റാണ്, ബിയിൽ പറഞ്ഞ പോയിന്റ്സും ഉണ്ട്, ഒന്നുകൂടിയും എക്സ്ട്രാ പോയിന്റ് വിച്ച് സ്പെസിഫിക് ടു ദ പോയിന്റ് അതും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആപ്റ്റ് ആൻസർ ഡി ആണ് എന്നുള്ള സിറ്റുവേഷനും വന്നേക്കാം. സോ നേരെ നിങ്ങൾ ഒരു ഓപ്ഷൻ മാത്രം വായിച്ച് 2 ഓപ്ഷൻ വായിച്ചതാണ് ആൻസർ, ബാക്കി ഒഴിവാക്കുക, അങ്ങനത്തെ പണിക്ക് നിൽക്കരുത്, ഫുള്ള് വായിച്ചിട്ട് അറ്റൻഡ് ചെയ്യാം. ദീസ് ആർ ദ ഫാക്ടേഴ്സ് റിഗാർഡിങ് MCQ. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ആദ്യം പറഞ്ഞ മാതിരി ഡിസ്ക്രിപ്റ്റീവിലേക്ക് പോവാം. ഡിസ്ക്രിപ്റ്റീവിൽ വി നോ ദാറ്റ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഇസ് ദിസ്, വാട്ട് ഇസ് ദാറ്റ് എന്നുള്ളത് ചോദിക്കും. നിങ്ങൾക്ക് കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യനും വരും, കേസ് സ്റ്റഡി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ആൻസർ ഉണ്ട്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കാം. ലെറ്റ്സ് സീ, ഇവിടെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഉണ്ട്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും? കേസ് സ്റ്റഡി ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യുന്ന ബേസിക് സ്റ്റെപ്സ് നമ്മൾ ആദ്യം പ്രൊവിഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നമ്മൾ ഫാക്റ്റ് എഴുതും, പിന്നെ അനാലിസിസ്, ലാസ്റ്റ് കൺക്ലൂഷൻ. ഈ 4 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. പ്രൊവിഷൻ എന്താ സംഭവം, പ്രൊവിഷൻ നിയമം എന്താ പറയുന്നത് നമ്മൾ എഴുതി കൊടുക്കും. അവിടെയാണ് നമ്മൾ സെക്ഷൻ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യും. അത്രയും 100% ഷുവർ ആണെങ്കിൽ മാത്രം കോട്ട് ചെയ്യും. കാരണം റോങ് സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ICAIക്ക് മാർക്ക് കട്ട് ചെയ്യൽ കമ്പൽസറിയാണ്. സെക്ഷൻ കോട്ട് ചെയ്യൽ കമ്പൽസറി അല്ല, പക്ഷെ റോങ് കോട്ട് ചെയ്താൽ മാർക്ക് കട്ട് ചെയ്യൽ കമ്പൽസറിയാണ്. ബിക്കോസ് യു ആർ ഗിവിങ് എൻ ഇംപ്രഷൻ ദാറ്റ് നിങ്ങൾക്ക് അറിയില്ല. അതായത് നിങ്ങൾ എന്താണ് സെക്ഷൻ 18 എഴുതേണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾ സെക്ഷൻ 21 എഴുതി കൊടുത്ത്, യു ആർ ഗിവിങ് ദിസ് ഇംപ്രഷൻ ദാറ്റ് നിങ്ങൾക്ക് 18 അറിയില്ല 21 അറിയില്ല, ഡബിൾ നെഗറ്റീവ് ഇംപ്രഷൻ കൊടുക്കുകയാണ്. സോ മേക്ക് ഷുവർ 100% ഷുവർ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക. അറിയില്ല, ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വെൻ എവർ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ വരുമ്പോൾ CS ഇങ്ങനെ പറയണത്, ഡയറക്ടർ ഇങ്ങനെ പറയണത്, ആര് പറഞ്ഞതാണ് ശരി, നമ്മൾ ഡയറക്റ്റ് കൺക്ലൂഷൻ എഴുതി കൊടുക്കരുത്. ഇവിടെ യെസ് ഡയറക്ടർ പറഞ്ഞതാണ് ശരി, കാരണം ഇങ്ങനെയാണ് അല്ല, നമ്മൾ ആദ്യം നിയമം എന്താ പറയുന്നത് എഴുതി കൊടുക്കും. അതാണ് നമ്മൾ പ്രൊവിഷൻ പാരഗ്രാഫ്, നിയമം എന്താ പറയണം എന്നുള്ളത്. ഫാക്റ്റ് എന്താ സംഭവം, ഫാക്റ്റ് ക്വസ്റ്റ്യൻ്റെ സെയിം റെപ്പിറ്റേഷൻ, ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ റെലവൻറ്റ് ഡാറ്റ നമ്മൾ വീണ്ടും എഴുതി കൊടുക്കുകയാണ് ഫാക്റ്റിൽ. അനാലിസിസ് പാർട്ടിൽ നമ്മൾ ഈ പ്രൊവിഷൻ പാരഗ്രാഫും ഫാക്റ്റും മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ അനാലിസിസ് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് എന്താ ഉണ്ടാവുക, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, കൺക്ലൂഷൻ എന്താ സംഭവിക്കുക അത് എഴുതലും മസ്റ്റാണ്. നമ്മൾ ജസ്റ്റ് നിയമം എന്താ എഴുതി കൊടുത്തു, ആൻസർ സ്റ്റോപ്പ് ചെയ്തു, ഇല്ല കാര്യമില്ല. നമ്മളെ കൺക്ലൂഷൻ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം. ബട്ട് കൺക്ലൂഷൻ വെച്ചിട്ട് ആൻസർ സ്റ്റാർട്ട് ചെയ്യരുത്. പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ. ഞാൻ ഐ എം നോട്ട് സെയിങ് നിങ്ങളെ ആൻസറിൽ 4 പാരഗ്രാഫ് വേണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതാണ് ആൻസറിൻ്റെ ഫ്ലോ എന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൊവിഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഫാക്റ്റ്, പിന്നെ അനാലിസിസ്, പിന്നെ കൺക്ലൂഷൻ. പാരഗ്രാഫ് എത്രയാവാം, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊവിഷൻ ചിലപ്പോൾ 2-3 പാരഗ്രാഫ് എഴുതാണ്ടാവും, ചിലപ്പോൾ അനാലിസിസിൽ 2-3 പാരഗ്രാഫ് എഴുതാണ്ടാവും, ചിലപ്പോൾ അനാലിസിസും കൺക്ലൂഷനും സെപ്പറേറ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതാൻ ഒന്നും ഉണ്ടാവില്ല, ഒറ്റ സെൻറ്റൻസ് ആയിക്കാരം അനാലിസിസ് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് കൺക്ലൂഷൻ ഇങ്ങനെ ഉണ്ടാവുക, ഒരു കുഴപ്പമില്ല. വാട്ട് ഐ എം സെയിങ് ഇസ് ആൻസറിൻ്റെ സീക്വൻസ് ഇങ്ങനെ ആയിരിക്കണം. ഇതിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈം, നിങ്ങൾക്ക് എക്സാമിന് ടൈം സഫീഷ്യൻ്റ് അല്ല തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമുണ്ട്, ദാറ്റ് ഈസ് ഫാക്ട്. വൈ ഫാക്ട്? കാരണം അത് നിങ്ങളെ വക എക്സ്ട്രാ വാല്യൂ അഡീഷനോ കാര്യങ്ങളോ നിങ്ങളൊന്നും കൊടുക്കുന്നില്ല. എന്താണോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ആ പോയിന്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഇഫ് നിങ്ങൾക്ക് ടൈമില്ല തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് ഇതിൽ ഫാക്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് മൂവിങ് ഓൺ. ഇനി നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ December 21 ഒരു 2 marks ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്മോൾ കമ്പനി. ഡിഫൈൻ സ്മോൾ കമ്പനി എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഇത് ഐ എം ഗോയിങ് ടു റിലേറ്റ് ദിസ് വിത്ത് അനദർ ക്വസ്റ്റ്യൻ വേറെ May 23 ഒരു 5 mark ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ഓൾസോ റിഗാർഡിങ് സ്മോൾ കമ്പനിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു സ്മോൾ കമ്പനിയുടെ ഒരു കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കണക്ട് ചെയ്തിട്ട് പഠിപ്പിക്കാൻ പോവാണ്. ലെറ്റ്സ് സീ. അപ്പോൾ ഡിഫൈൻ സ്മോൾ കമ്പനി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് H Limited is the holding company of S Private Limited. ഓരോ വേർഡ്സും ശ്രദ്ധിക്കുക കേട്ടോ, സഫിക്സ് ശ്രദ്ധിക്കുക. H Limited പബ്ലിക് കമ്പനിയാണ്, S Private Limited പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പോൾ HS ഹോൾഡിംഗ് ആണ്, S സബ്സിഡറി. ആസ് പെർ ദ ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ ended 31st March 2022, S Private Limited നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത് ഈ സബ്സിഡറി കമ്പനിനെ പറ്റിയാണ്. ടേൺ ഓവർ 1.8 CR, ക്യാപിറ്റൽ 80 lakh. The board of directors want to avail the status of small company. The CS
advise the directors that the company cannot be categorized as small company. അപ്പോൾ ഡയറക്ടേഴ്സ് പറഞ്ഞ് നമ്മൾ സ്മോളുടെ സ്റ്റേറ്റസ് എടുക്കും, CS പറഞ്ഞ് നമ്മൾ സ്മോളുടെ സ്റ്റേറ്റസ് എടുക്കാൻ പറ്റില്ല. യു ആർ റിക്വയർഡ് ടു എക്സാമിൻ വെദർ ദ കണ്ടൻഷൻ ഓഫ് CS പറഞ്ഞാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കേസ് സ്റ്റഡി ക്വസ്റ്റൻ ആണ്. കേസ് സ്റ്റഡി നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യം പ്രൊവിഷൻ എഴുതും. ആര് പറഞ്ഞാൽ ശരി ഒന്നും എഴുതില്ല, നമ്മൾ ആദ്യം പ്രൊവിഷൻ എഴുതും. നമ്മൾ എന്താ എഴുതുക? സെക്ഷൻ സ്മോൾ കമ്പനി ഡിസ്കസ് ചെയ്യുന്നത് 2 clause 85 So as per section 2 clause 85 of the Companies Act 2013 ആക്ടിൻ്റെ പേര് എഴുതൽ കമ്പൽസറി ആണ്. സെക്ഷൻ നമ്പർ അറിയില്ല, ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ അല്ല, ബട്ട് ആക്ടിൻ്റെ പേര് എഴുതൽ കമ്പൽസറി. അത് ഏത് ആക്ട് ഞങ്ങൾ പറഞ്ഞതെന്നുള്ളത്. സ്മോൾ കമ്പനി ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ഞാൻ ആദ്യം ഫുള്ള് ഒരു സമ്മറി ആയിട്ട് ഇവിടെ ഷോർട്ടായിട്ട് പോയിന്റ്സ് എന്തൊക്കെയാണ്, കീ പോയിന്റ്സ് എന്തൊക്കെയാണ് എഴുതാം. പിന്നെ അത് സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. സ്മോൾ കമ്പനിയുടെ നമുക്ക് രണ്ട് ക്രൈറ്റീരിയ ഉള്ളത്. ഒന്ന് നമുക്ക് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ ലിമിറ്റ് നോക്കാനുണ്ട്. രണ്ട് നമുക്ക് ടേൺ ഓവർ നോക്കാനുണ്ട്. Paid up share capital does not exceed 50 lakh, turnover does not exceed 2 crore. And ഇത് രണ്ടും എക്സീഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് എന്നാണ് പറയുന്നത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, ടേൺ ഓവറും ക്രോസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇനി അവിടെ ഓർ സച്ച് അതർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് നോട്ട് എക്സീഡിങ് റൂൾസിൽ സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ 10 കോടി എക്സീഡ് ചെയ്യാത്തൊരു എമൗണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ, ടേൺ ഓവറിൻ്റെ കേസിൽ 100 കോടി എക്സീഡ് ചെയ്യാത്ത എമൗണ്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇത്രയും ഫാക്ടേഴ്സ് 2 clause 85 പറയുന്നുണ്ട്. നമ്മൾ ആൻസറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇങ്ങനെ അല്ല കേട്ടോ, ഞാൻ മെയിൻ പോയിന്റ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാണ്. ആൻഡ് ഇവിടെ റൂൾസിൽ എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? യെസ്, റൂൾസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. റൂൾസിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്ത ലിമിറ്റ് ഷെയർ ക്യാപിറ്റൽ 4 crore, ടേൺ ഓവർ 40 crore. ഇതാണ് നമ്പേഴ്സ് വൈസ് ആൻസറിലുള്ള മെയിൻ കോണ്ടന്റ് ഫുള്ള്. ഇനി സ്റ്റാർട്ടിംഗ് സെൻറ്റൻസ് എന്താ? ഇതിൻ്റെയൊക്കെ മുന്നേ ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് പറഞ്ഞിട്ടാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. As per section 2 clause 85 of the Companies Act 2013, small company means a company. ഇതൊരു കീവേഡാണ്. കാരണം നമ്മൾ ജനറൽ ക്ലോസ് ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെഫിനേഷൻസ് എക്സോസ്റ്റീവ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ്, എക്സോസ്റ്റീവ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ്, രണ്ട് ടൈപ്പ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. എക്സോസ്റ്റീവ് മീൻസ് എന്ന് യൂസ് ചെയ്യുന്ന ഡെഫിനേഷൻസ്, ഇൻക്ലൂഡ്സ് എന്ന് യൂസ് ചെയ്യുന്ന ഡെഫിനേഷൻ. അപ്പോൾ വി കനോട്ട് റൈറ്റ് സ്മോൾ കമ്പനി ഈസ് എ കമ്പനി അല്ലെങ്കിൽ സ്മോൾ കമ്പനി മേ ബി ഡിഫൈൻഡ് ആസ്, അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. ഡയറക്ട്ലി മീൻസ് അല്ലെങ്കിൽ ഇൻക്ലൂഡ്സ് എന്താണ് ആ വേർഡ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാൻ കമ്പൽസറിയാണ്. മീൻസ് എ കമ്പനി അതർ ദാൻ പബ്ലിക് കമ്പനി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് എ കമ്പനി അതർ ദാൻ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനിക്ക് ഒരിക്കലും സ്മോൾ കമ്പനി ആകാൻ പറ്റില്ല, ഈവൻ ഇഫ് ഈ ക്രൈറ്റീരിയ ഒക്കെ അവർ മീറ്റ് ചെയ്താലും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ആദ്യം സെക്ഷൻ നമ്പർ എഴുതി, അറിയുമെങ്കിൽ സെക്ഷൻ നമ്പർ എഴുതി, അല്ലെങ്കിൽ ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ. ഡെഫിനിഷൻ എക്സോസ്റ്റീവ് ആണ്, മീൻസ് എന്ന് എഴുതി, അതർ ദാൻ പബ്ലിക് കമ്പനി, പിന്നെ ഈ ക്രൈറ്റീരിയ എഴുതി. ഇനി പറയണത് 3 ആൾക്കാരെ നമ്മൾ സ്മോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യൂല, അതും സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ആക്ടിൽ. ഇനി ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് സ്മോൾ കമ്പനി എന്ന് എഴുതാം. ഓർ ആക്ടിലെ ആക്ച്വൽ വേർഡിങ്സ് പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദിസ് ക്ലോസ് ഷാൽ അപ്ലൈ. ഈ പറഞ്ഞ ക്ലോസിൽ പറഞ്ഞതൊന്നും ബാധകാവൂല. ഈ പറഞ്ഞ ക്ലോസിൽ പറഞ്ഞതൊന്നും ഇനി നമ്മൾ പറയാൻ പോണ 3 ആൾക്കാർക്ക് ബാധകാവൂല. നത്തിങ് ഇൻ ദിസ് ക്ലോസ് ഷാൽ അപ്ലൈ, വിച്ച് മീൻസ് ഇനി നമ്മൾ പറയാൻ പോണ 3 ആൾക്കാർ ഈ മേലെ പറഞ്ഞതൊക്കെ മീറ്റ് ചെയ്താലും സ്മോൾ കമ്പനി ആവില്ല. ആരൊക്കെ? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി, സെക്ഷൻ 8 കമ്പനി, പിന്നെ സ്പെഷ്യൽ ആക്ടിനുള്ള ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി. ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ ആൻസറിലുള്ള പ്രൊവിഷൻ പാരഗ്രാഫിലെല്ലാം ഏരിയയും കവേർഡായി. ഞാൻ ഇനി പ്രിപ്പയർ ഫോർ എക്സാംസ് ഓൾസോ നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. ബൈ ഹാർട്ട് പഠിക്കണം. ക്ലാസ്സിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് ബൈ ഹാർട്ട് പഠിക്കേണ്ട. കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ബൈ ഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണം എന്നില്ല, കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ മെയിൻ ഏരിയ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഷോർട്ടായിട്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്താൽ അല്ലെങ്കിൽ ചുമരിൽ ഒട്ടിച്ച് വെച്ചാൽ കോണ്ടന്റ് ഫുൾ ഇതിലുണ്ട്. സോ ലോക്ക് മാക്സിമം ചാർട്ട്സ് ഉണ്ടാക്കാൻ നോക്കുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. നൗ ഈ സംഭവങ്ങൾ എങ്ങനെ നമ്മൾ ഈ ആൻസറിലേക്ക് ഫിറ്റ് ആക്കുക അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ക്രൈറ്റീരിയ ഷെയർ ക്യാപിറ്റൽ നമ്മളിപ്പോൾ ഏതാ നോക്കുക? ഇത്രയും എമൗണ്ട് നമുക്കിവിടെ നോക്കാനുണ്ട്. 50 lakh, 2 crore, 10 വരെ പ്രിസ്ക്രൈബ് ചെയ്യാം, 100 വരെ പ്രിസ്ക്രൈബ് ചെയ്യാം. അതൊന്നുമല്ല നമ്മൾ പ്രാക്ടിക്കലി ആൻസറിന് നോക്കുക. പ്രാക്ടിക്കലി ആൻസർ നമ്മൾ 4ഉം 40 നോക്കുക. ഇത് രണ്ടും ക്രോസ് ചെയ്യാൻ പാടില്ല. ആൻഡ് രണ്ടും ക്രോസ് ചെയ്തില്ലെങ്കിൽ സ്മോൾ കമ്പനി ആവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റയിൽ ഇവർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 80 lakh ആണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് 4 crore വരെ പോവാം. ടേൺ ഓവർ 1.8 CR ആണ്. ടേൺ ഓവർ നമുക്ക് 40 crore വരെ പോവാം. സ്മോളിൻ്റെ സ്റ്റേറ്റസ് എടുക്കാൻ പറ്റുമോ? യെസ്, സ്മോളിൻ്റെ സ്റ്റേറ്റസ് എടുക്കാൻ പറ്റും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. ആൻസർ ഒരു എസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, വിച്ച് മീൻസ് അതർ ദാൻ പബ്ലിക് കമ്പനി. ആ ക്രൈറ്റീരിയം മീറ്റ് ആയി. പബ്ലിക് കമ്പനിക്ക് സ്മോളിൻ്റെ സ്റ്റേറ്റസ് കിട്ടൂല, എസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ പറഞ്ഞ് എച്ച് ഇസ് ദ ഹോൾഡിംഗ് ഓഫ് എസ്, വിച്ച് മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനി സബ്സിഡറി ആണ്. സബ്സിഡറി ആയി കഴിഞ്ഞാൽ സ്മോളിൻ്റെ സ്റ്റേറ്റസ് കിട്ടൂല. അപ്പോൾ CS പറഞ്ഞതാണ് ശരി. ഇനി ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം? ലെറ്റ്സ് സീ. As per section 2 clause 85 of the Companies Act 2013, small company means a company other than public company whose paid up share capital does not exceed 4 crore and turnover does not exceed 40 crore. Turnover of the immediately preceding financial year, PNL പ്രകാരമുള്ള. അപ്പോൾ സാറേ
ഈ പറഞ്ഞ ലിമിറ്റ് ഒന്നും എഴുതണ്ട. ഈ 50, 10, 2, 100 നേരെ 4 40 എഴുതിയാൽ മതി. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഇതും എഴുതുക ഡെഫിനേഷൻ എഴുതുമ്പോൾ. സാറേ ICAIൻ്റെ മെറ്റീരിയൽ എന്നുള്ളതാണല്ലോ ഇങ്ങനെ ആൻസർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ICAIൻ്റെ മെറ്റീരിയലിലുള്ള ഇപ്പോൾ December 21 2 മാർക്ക് ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്മോൾ കമ്പനി, അവിടെ നോക്കുകയാണെങ്കിൽ ദേ ഹാവ് റിട്ടൺ paid up share capital does not exceed 50 lakh, turnover does not exceed 2 crore, 50 lakh എന്നുള്ളത് 10 crore വരെ പ്രിസ്ക്രൈബ് ചെയ്യാം, ആൻഡ് ടേൺ ഓവർ 100 കോടി വരെ പ്രിസ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ആരൊക്കെ സ്മോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ലാസ്റ്റ് ആസ് പെർ റൂൾസ് പ്രകാരം 4 40. ICAI തന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞാൻ ക്ലാസ്സിൽ പറയും ഫുൾ എഴുതുക, ഓർമ്മയുള്ള ഫുൾ എഴുതാട്ടോ. 50 lakh, 10, 2, 100, 4 40. ആൻസർ എടുക്കുമ്പോൾ 4 40 എടുക്കുക. എന്നിട്ട് സ്റ്റുഡൻസിനെ ഡൗട്ട് ചോദിക്കും, സാർ ICAI ആൻസർ ഇത്ര ഉള്ളല്ലോ. എടാ, യു ആർ ജസ്റ്റ് ചെക്കിങ് വൺ ആൻസർ. നമ്മളിത് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സെങ്കിലും നമ്മൾ കണ്ട എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ICAI വേറെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സേഫസ്റ്റ് റൂൾസ് നിങ്ങൾ ഫുൾ എഴുതി കൊടുത്താൽ എന്തായാലും സംതിങ് ഓർ ദി അതർ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ആൻസർ ഷീറ്റിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ അറിയുന്ന കോണ്ടന്റ്, യു നോ ഓൾ ദിസ്, അത് ഫുൾ എഴുതി കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റിയ ഇറ്റ് വുഡ് ഓൾവേസ് ബി ബെറ്റർ. അറിയില്ലേ, ഇൻ ദാറ്റ് കേസ് ദർ ഇസ് നോ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും മെയിൻ ക്രൈറ്റീരിയ 4 40 അത് റൂൾസിലാണ് പറയണത്. അപ്പോൾ വിത്ത് ദിസ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടും കഴിഞ്ഞിട്ടോ, ഡിഫൈൻ സ്മോൾ കമ്പനി, അവിടെയും ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മൾ ഈ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയിൽ ഇത് കവേർഡായി. അപ്പോൾ ഇവിടെ കമ്മിങ് ബാക്ക് ടു ദിസ് 4 40 എന്നൊക്കെ പറഞ്ഞ് പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദിസ് ക്ലോസ് ഷാൽ അപ്ലൈ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ആൾക്കാരൊന്നും സ്മോൾ ആവില്ല. ഹോൾഡിംഗ് സബ്സിഡറി, സെക്ഷൻ 8 സ്പെഷ്യൽ ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ആൻസറിൻ്റെ ഇത്രയും പോർഷൻ പ്രൊവിഷൻ ആയിരുന്നു. നിയമം എന്താ പറയണത്? ഇനി ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് as per latest P&L, S Private Limited turnover 1.8, paid up share capital 40 lakh. though S Private Limited അപ്പോൾ ഇത് വരെ പറഞ്ഞത് എന്താ? ഈ പാരഗ്രാഫ് വരെ പറഞ്ഞത് ഫാക്റ്റാണ്. ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളതെന്നുള്ളത്. though S Private Limited as per turnover, paid up share capital qualifies to be a small company, but it cannot be categorized as small company because it is a subsidiary of another company. അപ്പോൾ ഇത് എന്താ നമ്മൾ പറഞ്ഞത്? ഇത് നമ്മൾ അനാലിസിസും കൺക്ലൂഷനാണ് നമ്മൾ ലാസ്റ്റ് ഫുള്ള് കൊടുക്കുന്നത്. Hence, contention of CS is correct. The descriptive type question, case study type question, May 23 5 mark question എന്നുണ്ട്. Now, ഇവിടെ define small company, same as per section 2 clause 85 means other than public company. ഇത് എഴുതി ആരൊക്കെ സ്മോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. ഇനി ഈ പറഞ്ഞ പോലെ ആസ് പെർ ദി കമ്പനി സ്പെസിഫിക്കേഷൻ ഓഫ് ഡെഫിനിഷൻസ് ഡീറ്റെയിൽസ് റൂൾസ് 2014 ഇതൊന്നും നിങ്ങൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇതിലെല്ലാം കവേർഡായി. For the purposes of subclause 1, subclause 2, section 2 clause 85 of the act, അതൊന്നും വേണ്ട. നിങ്ങൾ നേരെ എങ്ങനെ എഴുതി കൊടുക്കുക? ഈ മേലത്തെ ലിമിറ്റ് ഫുൾ എഴുതി കൊടുത്താൽ ആസ് പെർ റൂൾസ് ദ ലിമിറ്റ്സ് ആർ ആസ് ഫോളോസ് എന്ന് എഴുതി കൊടുത്തിട്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ടേൺ ഓവറും എന്താണ് 4 40 എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന റൂൾ എന്താണോ പറഞ്ഞത് ആ പോയിന്റ് എഴുതി കൊടുക്കുക. ഓക്കെ, this was first question. Second question കേസ് സ്റ്റഡിയാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3 റിക്വയർമെൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം നമുക്ക്. ഈ കേസ് സ്റ്റഡിന് പല ടൈപ്പ് ഉണ്ടാവാട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൊവിഷൻ ഫാക്ട് അനാലിസിസ് കൺക്ലൂഷൻ. അപ്പോൾ ഇനിയിപ്പോൾ ഓരോ റിക്വയർമെൻറ്റ് ഇതിനും പ്രൊവിഷൻ ഫാക്ട് അനാലിസിസ് കൺക്ലൂഷൻ, ഇതിനും പ്രൊവിഷൻ ഫാക്ട് അനാലിസിസ് കൺക്ലൂഷൻ, ഇതിനും പ്രൊവിഷൻ ഫാക്ട് അനാലിസിസ് അങ്ങനെ കൊടുക്കണോ? വേണ്ട. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പ്രൊവിഷൻ പാരഗ്രാഫ് കോമൺ ആയിട്ട് എഴുതി കൊടുക്കുക. പിന്നെ നമുക്ക് 1 അതിൻ്റെ അനാലിസിസ് കൺക്ലൂഷൻ സെപ്പറേറ്റ്, 2ൻ്റെ അനാലിസിസ് കൺക്ലൂഷൻ സെപ്പറേറ്റ്, ഇതിൻ്റെ അനാലിസിസ് കൺക്ലൂഷൻ സെപ്പറേറ്റ്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ക്വസ്റ്റ്യൻ. കാരണം ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡാണ് അവർ ചെയ്യാൻ പോകുന്നത്. പ്രൊവിഷൻ കോമൺ ആയിട്ട് കൊടുക്കും, ബാക്കി അനാലിസിസ് കൺക്ലൂഷൻ മാത്രം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. എന്നാൽ വേറെ ടൈപ്പ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത ക്വസ്റ്റ്യൻ ഓഡിറ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചിലപ്പോൾ നമുക്ക് ഓരോന്നിനും പ്രൊവിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് പ്രൊവിഷൻ ഫാക്ട് അനാലിസിസ് കൺക്ലൂഷൻ അങ്ങനെ 3നും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. 2 ടൈപ്പ് ഞാൻ പറഞ്ഞത്. അതായത് ഒരേ ക്വസ്റ്റ്യനിന് സബ് പോയിന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ കോമൺ ആയിട്ട് പ്രൊവിഷൻ പാരഗ്രാഫ് കൊടുത്തിട്ട് പിന്നെ റിക്വയർമെൻറ്റ് സെപ്പറേറ്റ് അനാലിസിസ് കൺക്ലൂഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് പ്രൊവിഷൻ വരുന്ന ഏരിയയിൽ ഓരോന്നും സെപ്പറേറ്റ് പ്രൊവിഷൻ ആയിട്ടും കൊടുക്കാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ഓഡിറ്റിൻ്റെ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞോടുകൂടി ഏറെക്കുറെ നമ്മൾ ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ആവും. ലെറ്റ്സ് സീ. എക്സാമിൻ ഇത് പേതാ December 21 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ ഫോളോയിങ് ഓഫേഴ്സ് ഓഫ് ABC ലിമിറ്റഡ്. ഓക്കെ, ഒരു പബ്ലിക് കമ്പനി.
are in compliance with the provisions of Companies Act related to private placement. Private placement question ആണ്. Private placement section 42 ആണ്. Or should these offers be treated as public? Section 42 അപ്പോൾ ഇത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണോ പബ്ലിക് ഓഫർ ആണെന്നാണ് ചോദിക്കുന്നത്. ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. ലെറ്റ്സ് സീ ABC Limited wants to raise funds. ABC Limited wants to raise funds for its upcoming project. It has issued private placement offer letters to 55 persons in their individual names to issue its equity shares. അപ്പോൾ ഇവർ ഷെയർസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദീസ് 4 are QIBs, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫറിന്റെ ലിമിറ്റ് എത്ര? സെക്ഷൻ 42 പ്രകാരം ആക്ട് പറയുന്നത് 50 ആൾക്കാർക്കേ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ റൂൾസിൽ ഓർ സച്ച് അതർ നമ്പർ റൂൾസ് പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ റൂൾസിൽ പറഞ്ഞാൽ 200 ആണ്. അപ്പോൾ നമ്മളിവിടെ പ്രാക്ടിക്കലി റൂൾസ് 200 ആണ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് തിങ്, ഇവർ കൊടുത്തത് 55 ആണ്. വിത്തിൻ ദി ലിമിറ്റ് ആണോ? യെസ്, വിത്തിൻ ദി ലിമിറ്റ് ആണ്. ഈ 200 തന്നെ നമ്മൾ ചില ആൾക്കാരെ കൗണ്ട് ചെയ്യൂല എന്നും പറയുന്നുണ്ട് സെക്ഷൻ 42 തന്നെ. അത് ഒന്ന് നമ്മൾ എംപ്ലോയീസിന് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷനൊക്കെ നമ്മൾ ഓഫർ ചെയ്യണം. നമ്മൾ എംപ്ലോയീസിന് അത് 200 കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, ഇവരാരാ? സെബിൻ്റെ അണ്ടർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഓഫർ ചെയ്താലും അതും കൂട്ടൂല. അപ്പോൾ ഇവരിപ്പോൾ 55 ആൾക്കാർക്കാണ് കൊടുത്തത്. അതിൽ 4 QIB ആണ്. അവരെ കൂട്ടണ്ട. അപ്പോഴും 51 ഇറ്റ് ഇസ് വിത്തിൻ ദ ലിമിറ്റ്. ഒരു കുഴപ്പമില്ല. ആസ് ഇഫ് ICAI ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് നിങ്ങൾക്ക് ഈ റൂളിൽ 200 അറിയോ എന്നുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റിൻ്റെ നമ്പർ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം 50 ആണ് നിങ്ങൾ സ്റ്റുഡൻറ്റ് പഠിച്ചിട്ട് പോകണമെങ്കിൽ ഇത് ക്രോസ് ചെയ്തു എന്ന രീതിയിൽ പറയും. QIB എക്സെപ്ഷൻ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ തന്നെ. പക്ഷേ റൂൾസ് പ്രകാരം 200 പോവാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഒരു കുഴപ്പമില്ല. ഇത് ഒരു റിക്വയർമെൻറ്റ് സ്പെസിഫിക്കലി ചോദിച്ചത് ഇതൊക്കെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണോ, വാലിഡ് ആണോ എന്ന് ചോദിക്കണം. അതോ പബ്ലിക് ഓഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതൊരു കുഴപ്പമില്ല. ഫസ്റ്റ് നോ പ്രോബ്ലം. ഇൻ കേസ് 1 മേലെ പറഞ്ഞ കേസിൽ ബിഫോർ ദി അലോട്ട്മെന്റ്, ആ ഷെയർസിന് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ under this offer letter company issued another private placement offer to another 155 persons in their individual name for issue of debentures. Now see, ഫസ്റ്റത്തിൽ നമ്മൾ 55 ആൾക്കാർ, എക്സെപ്ഷൻ കുറച്ചാൽ 51 ആൾക്കാർ. സെക്കൻഡിൽ അവർ 155 ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യാണ്. എന്താണ് ഇഷ്യൂ ചെയ്യണത്? ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ നോർമലി 155 പ്ലസ് ഫസ്റ്റത്തിൽ പറഞ്ഞ 51 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 200 ക്രോസ് ചെയ്യും. പക്ഷേ സെക്ഷൻ 42 സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഈ 200 എന്നുള്ള ലിമിറ്റ് പെർ സെക്യൂരിറ്റിയാണ്. ഓരോ സെക്യൂരിറ്റിക്കും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലിമിറ്റ് കിട്ടും. ഇപ്പോൾ 23-24 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ഷെയർസ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർസിന് സെപ്പറേറ്റ് 200 നിങ്ങൾക്ക് കിട്ടും. ഷെയർസിന് 200 സെപ്പറേറ്റ്. ഡിബെഞ്ചേഴ്സ് ഓഫർ ചെയ്യണമെങ്കിൽ ഡിബെഞ്ചേഴ്സിന് സെപ്പറേറ്റ് 200 കിട്ടും. അല്ലാതെ ഷെയർസ് പ്ലസ് ഡിബെഞ്ചേഴ്സ് 200 എന്നല്ല പറയുന്നത്. അപ്പോൾ ആസ് സച്ച് ഈ ഒരു പോയിന്റ് മാത്രം പ്രശ്നമല്ല. പക്ഷേ സെക്ഷൻ 42 സ്പെസിഫിക്കലി പറയുന്നുണ്ട് 2 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് ഒന്നിച്ച് പോകാൻ പാടില്ല. കമ്പനി ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ കൊടുത്ത് അത് അതിൻ്റെ അലോട്ട്മെൻറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അത് അബാൻഡൻ ചെയ്യാതെ രണ്ടാമത്തെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ കൊടുക്കുക, അത് അലൗഡ് അല്ല. 2 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് ഒന്നിച്ച് പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ അവർ സെക്കൻഡ് പോയിന്റ് അവർ സ്പെസിഫിക്കലി ചോദിച്ചത് ബിഫോർ ദി അലോട്ട്മെന്റ്, ഫസ്റ്റത്തെ തീർക്കാതെ രണ്ടാമത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഡിബെഞ്ചേഴ്സ് കൊടുത്ത് 150 സെപ്പറേറ്റ് ലിമിറ്റ് തന്നെ ഡിബെഞ്ചേഴ്സ് കിട്ടും, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റത്തെ തീർക്കാതെ രണ്ടാമത്തെ ചെയ്യാൻ പറ്റുമോ? അത് പറ്റൂല. തേർഡ്, സോ നമ്മൾ സെക്കൻഡിൻ്റെ ആൻസർ പറ്റൂല എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ഒരു കുഴപ്പമില്ല നമ്മൾ പറഞ്ഞു, 55 ആൾ, അതിൽ 4 QIB, 51 കുഴപ്പമില്ല. ബീങ് എ പബ്ലിക് കമ്പനി ക്യാൻ ഇറ്റ് ഇഷ്യൂ സെക്യൂരിറ്റീസ് ഇൻ പ്രൈവറ്റ് പ്ലേസ്മെന്റ്? ഇതൊക്കെ ഏതാ ചാപ്റ്റർ? നമ്മൾ ചാപ്റ്റർ നമ്പർ 3 ആണ്. പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ 2 മെത്തേഡ് ഫണ്ട് റൈസിംഗ് പറയുന്നുണ്ട്. പബ്ലിക് ഇഷ്യൂ പറയുന്നുണ്ട്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് പറയുന്നുണ്ട്. പബ്ലിക് ഇഷ്യൂ പബ്ലിക് കമ്പനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രൈവറ്റ് കമ്പനി ഡെഫിനിഷൻ സെക്ഷൻ 2 ക്ലോസ് 68 ക്ലിയർലി പറയുന്നുണ്ട് പ്രൊഹിബിറ്റ്സ് ഇൻവിറ്റേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ഫ്രം പബ്ലിക്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രൈവറ്റ് പ്ലേസ്മെന്റ് പ്രൈവറ്റ് കമ്പനിയെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏത് കമ്പനിക്കും ചെയ്യാം, പബ്ലിക് കമ്പനിക്കും ചെയ്യാം, പ്രൈവറ്റ് കമ്പനിക്കും ചെയ്യാം. പബ്ലിക് ഇഷ്യൂ പബ്ലിക് കമ്പനിക്ക് മാത്രം. കാരണം പ്രൈവറ്റ് കമ്പനിക്ക് പ്രൊഹിബിഷൻ ഉണ്ട് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നതിൽ. പക്ഷേ പബ്ലിക് കമ്പനിക്ക് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള പ്രൊഹിബിഷൻ ഇവിടെ ഇല്ല. സോ ഇത് ഏത് കമ്പനിക്ക് അതിൽ കുഴപ്പമില്ല. സോ ഈ പോയിന്റും അലൗഡ് ആണ്. സോ ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആസ് പെർ സെക്ഷൻ 42 എനി പ്രൈവറ്റ് സെക്ഷൻ അറിയില്ല, ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻ എനി പ്രൈവറ്റ് ഓർ പബ്ലിക് കമ്പനി മേ മേക്ക് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫർ ലെറ്ററിലൂടെ offer shall be made to persons not exceeding 50 or higher number as may be prescribed. റൂൾസിൽ ഹയർ നമ്പർ പറയാം in a financial year. For counting the number of പേഴ്സൺസ് കൗണ്ട് ചെയ്യുമ്പോൾ QIBനെ കൗണ്ട് ചെയ്യൂല, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെയും കൺസിഡർ ചെയ്യൂല, വിൽ നോട്ട് ബി കൺസിഡർഡ്. ഇതൊക്കെ പ്രൊവിഷൻ പാരഗ്രാഫ് ആട്ടോ. ഇനി കമ്പനീസ് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് റൂൾസ് പ്രകാരം 200 എന്നുള്ളതാണ് ലിമിറ്റ്. അപ്പോൾ ഈ മേലെ 50 ആക്റ്റിൽ പറഞ്ഞു, റൂൾസ് പ്രകാരം 200
which can be offered securities under private placement, though this limit should be counted separately for each type of security. ഇപ്പോൾ ഫുള്ള് പ്രൊവിഷൻ നമ്മൾ കവർ ചെയ്തു. ഈ എല്ലാ റിക്വയർമെൻറ്റുള്ള 1, 2, 3 ഇപ്പോൾ തേർഡ് ക്വസ്റ്റനൊക്കെ ചോദിച്ചത് പബ്ലിക് കമ്പനിക്ക് പറ്റുമെന്നോ, അതും ഇവിടെ കവർ ചെയ്തു. എനി കമ്പനിക്ക് പറ്റും. പെർ സെക്യൂരിറ്റി എന്നുള്ള പോയിന്റ് ഇവിടെ കവർ ചെയ്തു. ഷെയർസിന് വേറെ, ഡിബെഞ്ചേഴ്സിന് വേറെ, എവിടെ ഉണ്ടായിരുന്നല്ലോ. ഈച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി. പിന്നെ ഇതിൽ ആരൊക്കെ കൗണ്ട് ചെയ്യില്ല, എംപ്ലോയീസിനെ കൗണ്ട് ചെയ്യില്ല, QIBനെ കൗണ്ട് ചെയ്യില്ല. ആ പോയിന്റ് പ്രൊവിഷൻ പാരഗ്രാഫ് നമ്മൾ കോമൺ ആയിട്ട് 3 റിക്വയർമെൻറ്റ് ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഇഫ് എ കമ്പനി മേക്സ് എൻ ഓഫർ ഓർ ഇൻവിറ്റേഷൻ ടു മോർ ദാൻ പ്രിസ്ക്രൈബ് നമ്പർ, നേരെ പറഞ്ഞ ആൾക്കാരെക്കാൾ കൂടുതൽ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഷാൽ ബി ഡീം ടു ബി എ പബ്ലിക് ഓഫർ ടു പബ്ലിക് ആൻഡ് അക്കോർഡിംഗ്ലി ഗവൺ ബൈ പ്രൊവിഷൻസ്. പബ്ലിക് ഓഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. പ്രോസ്പെക്ടസ് ചാപ്റ്ററിൽ പറഞ്ഞ പബ്ലിക് ഓഫറിൻ്റെ എല്ലാ പ്രൊവിഷൻസും ആപ്ലിക്കബിൾ ആവും. കമ്പനീസ് ആക്ടിൽ പറഞ്ഞതും സെബിയിലും സിക്രയിൽ പറഞ്ഞ എല്ലാ പ്രൊവിഷൻസും ഒക്കെ ആപ്ലിക്കബിൾ ആവും. സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് അതിൽ പറഞ്ഞതൊക്കെ ആപ്ലിക്കബിൾ ആവും. പിന്നെ ഓൾസോ ഇഫ് എ കമ്പനി is not permitted to make fresh offer if allotment with respect to offer made earlier has not been completed or withdrawn or abandoned. ഇത് 2 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ഒന്നിച്ച് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ റൂള്. പഴയതൊന്നെങ്കിൽ അബാൻഡൻ ചെയ്യണം അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യണം. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെക്യൂരിറ്റിൻ്റെ കേസിൽ ഇത് ബാധകമാണ്. ഇനി ഓഫർ ഇൻവിറ്റേഷൻ മേലെ പറഞ്ഞ പ്രകാരം ഒന്നും ചെയ്തില്ലെങ്കിൽ അത് പബ്ലിക് ഓഫറായിട്ട് ട്രീറ്റ് ചെയ്യും. ഓ മാൻ, ഇത്രയും വലിയ പ്രൊവിഷൻ പാരഗ്രാഫാണ് ഇത്. ഫുള്ള് പ്രൊവിഷനാണ്. കോമൺ ആയിട്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഈ ക്വസ്റ്റിന് തന്നിട്ടുള്ള പോയിൻറ്റ്സുമായി ബന്ധപ്പെട്ട് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഓരോ റിക്വയർമെൻറ്റ്സിലേക്ക് പോവാണ്. ABC ലിമിറ്റഡ് പബ്ലിക് കമ്പനിയാണ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് അലൗ ഈവൻ പബ്ലിക് കമ്പനിക്കും ചെയ്യാൻ പറ്റും. 55 ആൾക്കാർ, അതിൽ 4 QIB. അപ്പോൾ ഓഫർ എഫക്റ്റീവ്ലി 55 - 4 51 കൊടുത്തത് 200 വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. ഈ ഫസ്റ്റത്തെ സെൻറ്റൻസ് ഒക്കെ ഈ ലാസ്റ്റത്തെ പോയിൻറ്റിൻ്റെ റിക്വയർമെൻറ്റിലായിരുന്നു. ഇനി പ്രൈവറ്റ് ഓർ പബ്ലിക് ഓഫർ ആർക്ക് ഏത് കമ്പനിക്ക് വേണമെങ്കിലും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ABC ലിമിറ്റഡ് ക്യാൻ ഇഷ്യൂ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇത് പറ്റും. ഫസ്റ്റത്തിൽ റിക്വയർമെൻറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് പറ്റുമെന്നുള്ളതാണ്. 200 ലിമിറ്റിനുള്ളിലാണ്, കുഴപ്പമില്ല. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? 2 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ഒന്നിച്ച് പോണ കേസ്. Question given another, the company has given another private placement offer of debentures before completing first offer. Second offer does not comply with the provisions of 42. ഇത് 2 ഒന്നിച്ച് പോകാൻ പാടില്ല. ഒന്നെങ്കിൽ പഴയത് ഷെയർസിൻ്റെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ വിത്ഡ്രോ ചെയ്യണമായിരുന്നു. അപ്പോൾ പബ്ലിക് ഓഫറായിട്ട് ട്രീറ്റ് ചെയ്യും ഈ കേസിൽ, കോൺട്രവെൻഷൻ ആയതുകൊണ്ട്. In case the company gives offer of debentures in the same financial year after allotment of equity shares is complete, then both the offers can be treated as private placement offer. ആദ്യത്തിൽ 51 ആൾക്കാർക്ക് പിന്നെ 155 അവിടെ ആസ് സച്ച് നമ്പർ ക്രോസ് ചെയ്തു എന്നുള്ളൊരു കുഴപ്പമില്ലായിരുന്നു. കാരണം ഷെയർസിന് സെപ്പറേറ്റ് ലിമിറ്റ് കിട്ടും, ഡിബെഞ്ചേഴ്സിന് സെപ്പറേറ്റ് ലിമിറ്റ് കിട്ടും. നമ്മൾ പ്രശ്നം അതല്ല, 2 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ഒന്നിച്ച് പോയി, അത് പറ്റില്ല. അതുകൊണ്ട് പബ്ലിക് ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, P Limited, ഇതേതാ November 22 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. P Limited appointed XYZ and company an audit firm as auditor of the company. AGMൽ 30 സെപ്റ്റംബറിൽ നടന്ന മീറ്റിംഗിൽ ഒരു ഫേമിനെ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. വിത്ത് റെഫറൻസ് ടു വാലിഡിറ്റി ഓഫ് ദ അപ്പോയിൻമെൻ്റ് ആണ് ക്വസ്റ്റ്യൻ. ഫോളോയിങ് കേസസ് നോക്കുക. മിസ്സസ് Q, വൈഫ് ഓഫ് X, ഹാസ് ഇൻവെസ്റ്റഡ് XYZ. അപ്പോൾ അതിലൊരു പാർട്ട്ണർ X, അവരുടെ വൈഫ് Q ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇക്വിറ്റി ഷെയർസിൽ. ഫേസ് വാല്യൂ ഓഫ് ₹1 lakh. ഇത് ഏതാ ടോപ്പിക്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ. 141 ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. സബ്സെക്ഷൻ 3 ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റി. അപ്പോൾ അതിൽ ഷെയർ ഹോൾഡ് ചെയ്യുക, അത് ക്ലോസ് ഡിയിലാണ് പറയണത്. 141 ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ, സെക്ഷൻ 141 ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ. അതിൽ സബ്സെക്ഷൻ 3 ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റിയ. ക്ലോസ് ഡി പറയണത് പേഴ്സൺ അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലെങ്കിൽ പാർട്ട്ണർ. അതിൽ സബ് ക്ലോസ് 1 പറയണത് ഹോൾഡിംഗ് ഷെയർസ്. ഒന്നെങ്കിൽ പേഴ്സൺ ഷെയർ ഹോൾഡ് ചെയ്യുക, റിലേറ്റീവ് ഹോൾഡ് ചെയ്യുക, പാർട്ട്ണർ ഹോൾഡ് ചെയ്യുക, ഡിസ്ക്വാളിഫൈഡ്. പക്ഷേ അവിടെ റിലേറ്റീവിൻ്റെ കേസിൽ വീണ്ടും എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. റിലേറ്റീവിന് ഫേസ് വാല്യൂ അപ് ടു 1 lakh വരെ ഹോൾഡ് ചെയ്യാം, ഡിസ്ക്വാളിഫൈഡ് അല്ല. അപ്പോൾ ഈ കേസിൽ Q വൈഫ് റിലേറ്റീവ് ആണ്. റിലേറ്റീവ് 2/77 ഡിസ്കസ് ചെയ്യണം, അതിൽ വൈഫും പെട്ടു. വൈഫ് റിലേറ്റീവ് ആണ്, പക്ഷേ വൈഫ് ഷെയർ ഹോൾഡ് ചെയ്താൽ നോർമലി ഡിസ്ക്വാളിഫൈഡ് ആവേണ്ടതാണ്. ഫേസ് വാല്യൂ 1 lakh എക്സീഡ് ചെയ്യുന്നില്ല, ഓഫ് 1 lakh ആണ്, നോ ഡിസ്ക്വാളിഫിക്കേഷൻ. ദിസ് ഇസ് അലൗഡ്, കുഴപ്പമില്ല. പിന്നെ മിസ്സസ് Q, വൈഫ് ഓഫ് X, അത് ശരി, സെയിം പാർട്ട്ണർ സെയിം വൈഫ്. ഇവിടെ തന്നെ സെയിം പാർട്ട്ണർ. ഈ വൈഫിൻ്റെ എല്ലായിടത്തും പ്രശ്നമാക്കണം കേട്ടോ. ഗ്യാരണ്ടി കൊടുത്തു. ലോൺ ടേക്കൺ ബൈ G ഫ്രം P Limited. P Limitedൻ്റെ അടുത്ത് G ലോൺ എടുത്തിരുന്നു, അതിന് വൈഫ് ഗ്യാരണ്ടി നിന്നു. G പൈസ അടച്ചില്ലെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഗ്യാരണ്ടി എമൗണ്ട് 1,50,000 ആണ്. ഇത് സബ് ക്ലോസ് 1 ഷെയർസിനെ പറ്റിയാണ്. 141 സബ്സെക്ഷൻ 3 ക്ലോസ് ഡി, സബ് ക്ലോസ് 1 ഹോൾഡിംഗ് ഷെയർസ്, സബ് ക്ലോസ് 2 ഇൻഡെപ്റ്റഡ്, ഞാൻ I എന്ന് എഴുതാം, ഇൻഡെപ്റ്റഡ് ഫോർ an amount exceeding 5 lakh. സബ് ക്ലോസ് 3 gave guarantee for an amount exceeding 1 lakh. ഈ 3 ഫാക്ടേഴ്സാണ് ആർക്കൊക്കെ
ക്ലോസ് ഡിയിൽ പറഞ്ഞ പേഴ്സൺ, റിലേറ്റീവ്, പാർട്ട്ണർ. അതിന് ഇതൊക്കെ നിങ്ങൾ കമ്പനിക്ക് തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ. കമ്പനി, ഹോൾഡിംഗ്, സബ്സിഡറി, അസോസിയേറ്റ്, സബ്സിഡറി ഓഫ് ഹോൾഡിംഗ്, ഇതിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഏതെങ്കിലും മീറ്റ് ചെയ്താൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഗ്യാരണ്ടീൻ്റെ കേസാണ്. 1,50,000 കൊടുത്തു എന്ന് പറഞ്ഞു. 1,00,000 ക്രോസ് ചെയ്തുകൊണ്ട് ഈ കേസിൽ ഡിസ്ക്വാളിഫൈഡ് ആയി. അപ്പോയിൻറ്റഡ് അല്ലേ, അപ്പോയിൻറ്റഡ് എന്നിട്ട് ഗ്യാരണ്ടി നിന്നാൽ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞാലും യു ഡീം ടു വെക്കേറ്റ് ദി ഓഫീസ്, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയി. ജോയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല നോക്കുക, ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് വന്നാലും ഡിസ്ക്വാളിഫൈഡ് ആയി. ക്യൂ എന്താണ്? ഇൻഡെപ്റ്റഡ് ആണ് ടു സെഡ് ലിമിറ്റഡ് ഫോർ 10 lakh. പി ലിമിറ്റഡ് ഹോൾഡ്സ് 1/4 ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് സെഡ് ലിമിറ്റഡ്. അത് ശരി. അപ്പോൾ 1/4 എന്ന് പറയുമ്പോൾ തന്നെ 25% ആയി. ഇറ്റ് ക്യാൻ കം അണ്ടർ അസോസിയേറ്റ്, സബ്സിഡറിയിൽ വരില്ല. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് 20% വോട്ടിംഗ് പവർ എന്നുള്ള ക്രൈറ്റീരിയ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അസോസിയേറ്റ് എന്നുള്ള പോയിന്റിൽ വിട്ടു, അപ്പോഴും ഡിസ്ക്വാളിഫൈഡ് ആയി. ഇൻഡെപ്റ്റഡ് 5 lakhന് മേലെയാണ്, ഇതും പറ്റൂല. അപ്പോൾ ലെറ്റ്സ് സീ 141 സബ്സെക്ഷൻ 3 ക്ലോസ് ഡി സബ് ക്ലോസ് 1. സാറേ സബ്സെക്ഷനും ക്ലോസ് ഒക്കെ എഴുതണമെന്നൊന്നും എഴുതണ്ട, സെക്ഷൻ നമ്പർ മാത്രം കോട്ട് ചെയ്താൽ മതി, അതന്നെ കമ്പൽസറി അല്ല. എ പേഴ്സൺ അപ്പോൾ ആരൊക്കെ നോക്കാം. പേഴ്സൺ ഹൂ ഈസ് അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലെങ്കിൽ പാർട്ട്ണർ ഹോൾഡിംഗ് എനി സെക്യൂരിറ്റി ഇൻ ദി കമ്പനി അല്ലെങ്കിൽ സബ്സിഡറി അല്ലെങ്കിൽ ഹോൾഡിംഗ് അല്ലെങ്കിൽ അസോസിയേറ്റ് അല്ലെങ്കിൽ സബ്സിഡറി ഓഫ് ഹോൾഡിംഗ് cannot be appointed as auditor. However, relative may hold security face value does not exceed 1 lakh. 1 lakh വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അത്രയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ പ്രൊവിഷൻ എഴുതി. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെത്തേഡ് നോക്കി നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ക്വസ്റ്റനുള്ള മാതിരിയല്ല. ഇതിൽ 1 സെപ്പറേറ്റ് പ്രൊവിഷൻ എഴുതി, കാരണം ഓരോന്നിൻ്റെയും ആ സബ് പോയിന്റ് ഡിഫറെൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് പോലെ എഴുതാൻ പറ്റില്ല. യെസ് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം ഒന്നിച്ച് എഴുതി കൊടുത്തിട്ട് പിന്നെ 1, 2, 3 പറഞ്ഞിട്ട് അങ്ങനെ എഴുതാം. ചില ക്വസ്റ്റ്യൻസ് അത് ചെയ്യാൻ പോസിബിൾ ആവാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. ആ കേസിൽ നിങ്ങൾ ഓരോ റിക്വയർമെൻറ്റിനും സെപ്പറേറ്റ് പ്രൊവിഷൻ, ഫാക്ട് അനാലിസിസ്, കൺക്ലൂഷൻ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻ ദ ഗിവൺ കേസ് ക്യൂ ഇൻവെസ്റ്റഡ് ഷെയർസ്, അപ്പോൾ ഫേസ് വാല്യൂ ഓഫ് 1 lakh ആണ്, വിച്ച് ഇസ് വിത്തിൻ ദ ലിമിറ്റ്. അപ്പോൾ ക്യാൻ ബി അപ്പോയിൻറ്റഡ്, കുഴപ്പമില്ല, ഈ അപ്പോയിൻമെൻറ്റ് വാലിഡ് ആണ്. പിന്നെ ഇത് ഇൻഡെപ്റ്റഡിൻ്റെ വിഷയമായിരുന്നു. ഇൻഡെപ്റ്റഡ് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടും പോകുന്നില്ല, മേലെ പറഞ്ഞ സാധനങ്ങളൊക്കെ സെയിം പറയുന്നുണ്ട്. ഇവിടെ കനോട്ട് ബി അപ്പോയിൻറ്റഡ്, കാരണം 1 lakh എക്സീഡ് ചെയ്യുന്നുണ്ട്, കനോട്ട് ബി അപ്പോയിൻറ്റഡ്. പിന്നെ സെക്കൻഡ് ഗ്യാരണ്ടി ആയിരുന്നു 1 lakhന് മേലെ. തേർഡ് ഇൻഡെപ്റ്റഡ് 5 lakhൻ്റെ എക്സസ് പോകാൻ പാടില്ല, കമ്പനി സബ്സിഡറി അതൊക്കെ വട്ടവർ. അപ്പോൾ ഇൻഡെപ്റ്റഡ് സെഡ് ലിമിറ്റഡ് ഫോർ 10 lakh. പി ലിമിറ്റഡ് ഹോൾഡ്സ് 1/4 ഇൻ സെഡ്. അപ്പോൾ അസോസിയേറ്റ് കമ്പനി എന്നുള്ള കാറ്റഗറിയിൽ പെട്ടു. അസോസിയേറ്റ് സെക്ഷൻ 2 ക്ലോസ് 6 പറയുന്നത്. അവിടെ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്, ജോയിൻറ്റ് വെഞ്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് 20% വോട്ടിംഗ് പവർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റലാണ് പറഞ്ഞിട്ടുള്ള, വോട്ടിംഗ് പവർ പറഞ്ഞിട്ടില്ല. അസ്യൂമിങ് ദാറ്റ് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റേറ്റുള്ള ഷെയർസ് ഒന്നുമില്ല, ഒരേ ഷെയർസ് ആണ്. 25 ആയി, അസോസിയേറ്റ് ആയി. എക്സസ് ഓഫ് 5 lakh ആയതുകൊണ്ട് ഡിസ്ക്വാളിഫൈഡ് ആവും. ഐ ഹോപ്പ് ഏറെക്കുറെ പറയേണ്ട പോയിന്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആയും ചെയ്തു. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ ക്വറിയോ കാര്യങ്ങളുണ്ടെങ്കിലും feel free to contact. Okay, do well. Bye.